ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-15 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും തരും. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചില വേർപിരിയലുകൾ നമ്മെ ഒരുപക്ഷെ വളരെ വേദനിപ്പിക്കാറുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളൊക്കെ ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാകും, നമ്മൾ നഷ്ടമെന്ന് കരുതിയത്, നമുക്ക് പോയതെന്ന് കരുതിയത് ദൈവത്തിന്റെ അടുത്ത പദ്ധതിക്കുള്ള ഒരുക്കമായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലാകുവാൻ സാധിക്കും. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് പുറപ്പെട്ട സമയത്ത് അവനോടൊപ്പം വന്നത് ലോത്തായിരുന്നു. അവരുടെ ആദ്യകാല യാത്രയിലൊക്കെ അവർ ഒരുമിച്ചായിരുന്നു. എങ്കിലും അനുഗ്രഹം വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ, ആടുകളും കന്നുകാലികളും ഒക്കെ വർദ്ധിച്ചപ്പോൾ, സമ്പത്ത് കൂടിയപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അവർ തമ്മിൽ കലഹിച്ചു. അപ്പോൾ അബ്രഹാം വഴക്കുണ്ടാക്കാൻ പോയില്ല, തന്റെ അവകാശം പിടിച്ചു പറിച്ചുമില്ല. മറിച്ച് ലോത്തിനോട് പറഞ്ഞു, നീ ആദ്യം തെരഞ്ഞെടുക്കുക. ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് കണ്ണുകൊണ്ട് നോക്കി യോർദാൻ താഴ്വര പച്ചപ്പുള്ളതായിരുന്നു, സമൃദ്ധമായിരുന്നു. അവൻ അത് തെരഞ്ഞെടുത്തു. അബ്രഹാം ബാക്കിയിരുന്നതിൽ അല്ലെങ്കിൽ ശേഷിച്ചതിൽ നിന്ന് തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. പുറമെ നോക്കുമ്പോൾ അബ്രഹാമിന് വേണമെങ്കിൽ നഷ്ടമായതുപോലെയൊക്കെ തോന്നാം. പക്ഷെ അബ്രഹാമിന് ഒന്നും നഷ്ടമായില്ല. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയ ശേഷം. അപ്പം അതിനുശേഷമാണ് ദൈവം സംസാരിച്ചത്, അതിനു മുമ്പല്ല, അതിനുശേഷമാണ്. അപ്പൊ ലോത്ത് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദൈവം പുതിയ വാഗ്ദത്തം നൽകിയില്ല. ഒരു വേർപിരിയൽ കഴിഞ്ഞപ്പോൾ ആകാശം വീണ്ടും തുറന്നു, സ്വർഗം തുറന്നു, ദൈവ പദ്ധതി വെളിപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ ദൈവം ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് ശിക്ഷിക്കാനല്ല, പുതിയൊരു പദ്ധതി തുടങ്ങാനാണ്. ലോത്ത് തിരഞ്ഞെടുത്തത് കണ്ണിന് നല്ലതായി തോന്നിയതാണ്, കണ്ണിന് ഇമ്പമായി തോന്നിയതായിരുന്നു. അബ്രഹാമിന് ലഭിച്ചത് എന്താണ്? ദൈവം കാണിച്ചു കൊടുത്തതായിരുന്നു. ഇതാണ് ഈ രണ്ട് ജീവിതങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നു. ഒന്ന്, കാഴ്ചയാൽ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പും, രണ്ടാമത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് തെരഞ്ഞെടുത്ത വാഗ്ദത്തവും. കാഴ്ച എല്ലായ്പ്പോഴും നമ്മളോട് സത്യം പറയണമെന്നില്ല, പക്ഷെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവിക പദ്ധതി ഒരിക്കലും മാറത്തില്ല. അത് നിത്യമാണ്, അത് സത്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലരൊക്കെ പോയിട്ടുണ്ടാകാം, ചില സാഹചര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, ചില ബന്ധങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്ക് ലഭിച്ച ചില അവസരങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടാകാം, അതുമല്ലെങ്കിൽ ചില വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടാകാം. ആദ്യമൊക്കെ നമുക്ക് അതിന്മേൽ വേദന തോന്നാം. പക്ഷെ ദൈവം ആ ശൂന്യതയിൽ നിന്നുകൊണ്ടൊരു പുതിയൊരു വാഗ്ദത്തം വിതയ്ക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാത്ത കാര്യങ്ങൾ മാറിയതിന് ശേഷമാണ് ദൈവം നമ്മെ കൂടുതൽ ഉയരത്തിലേക്ക് വിളിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എല്ലാ ഒറ്റപ്പെടലുകളും, എല്ലാ വേർപിരിയലുകളും, എല്ലാ നഷ്ടമാകലും ഒന്നും ഒരു പൂർണ്ണ നഷ്ടമല്ല. ചില വേർപിരിയലുകൾ ദൈവത്തിന്റെ പുതിയ തുടക്കങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പോയത് കൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്, നിരാശരാകരുത്. ചിലർ പോയതിനു ശേഷമാണ് ദൈവം സംസാരിക്കുന്നതെന്ന് ഈ തിരുവചനത്തിൽ വായിച്ചതുപോലെ അവന്റെ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നഷ്ടത്തിന്റെ കഥ വാഗ്ദത്തത്തിന്റെ ചരിത്രമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് ഈ പ്രഭാത സമയം പറയട്ടെ. അതുകൊണ്ട് ഇന്ന് നഷ്ടങ്ങളെ നോക്കി കരയാതെ, സമയം പാഴാക്കാതെ ദൈവത്തിന്റെ അടുത്ത വാഗ്ദത്തത്തിനായി ഹൃദയങ്ങളെ തുറക്കാം. ദൈവം സംസാരിക്കുന്ന ഒരു വാക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു ഭാവിയിലേക്ക് നമ്മെ നടത്തുവാൻ ഇടയാവട്ടെ. ദൈവം ഈ സമയം ഈ വചന മുഖാന്തരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.